ഹലോ കൂട്ടുകാരെ, കേതിൻ്റെ ഏതെന്തോളത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ഷെയർ കമൻറ്റ് ഒന്നും മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് എപ്പോഴും ഉണ്ടാവണം. ഇന്ന് നമ്മളൊരു അടിപൊളി ഫുൾ ചിക്കൻ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. ചിക്കൻ പറുദീസയെന്നോ പറുദീസ ചിക്കനോ എന്ത് വേണേലും പറയാം. അപ്പം നമുക്ക് തുടങ്ങിയാലോ. എനിക്ക് ചിക്കൻ വാങ്ങിയപ്പോഴേ പണി കിട്ടി. ഇനി എന്തൊക്കെയാവോ എന്തോ. ചിക്കൻ ഫുൾ ചിക്കനായിട്ട് തരാൻ പറഞ്ഞപ്പോൾ അവർ തന്നെ കട്ട് ചെയ്ത് 2 പീസായിട്ടാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ലെഗ് പീസ് ഭാഗം ഒന്നും കാണിക്കുന്നില്ല. ഇതാ ഫുള്ളായിട്ട് കിട്ടിയ അത്രയും ഭാഗമേ കാണിക്കുന്നുള്ളൂ. ഇതിനെ നമ്മൾ നന്നായിട്ട് അങ്ങ് വരഞ്ഞു. ഫോർക്ക് കൊണ്ട് കുത്തിയാലും മതി. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല മസാല പിടിച്ചത് കഴിക്കാനല്ലേ നമുക്ക് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ വരഞ്ഞ് നല്ല മസാല പിടിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പം മസാല എന്നിലോട്ട് നമുക്ക് പോയാലോ. 1 കപ്പ് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. എനിക്ക് യെല്ലോ കിട്ടാത്തതുകൊണ്ടാണ് ഗ്രീൻ തന്നെ 1 കപ്പ് ഇട്ട്. പിന്നെ കുറച്ച് പച്ചമുളക്, പിന്നെ ഞാൻ ഇത്തിരി കാന്താരി ഇട്ടിട്ടുണ്ട്. ഒരു എരിവൊക്കെ വേണമല്ലോ. പിന്നെ നമ്മൾ ഒരു 3/4 കപ്പ് സവോള എടുത്തിട്ടുണ്ട്. അത് ഇട്ട ശേഷം നമ്മൾ അടുത്തതായിട്ട് ഇടുന്നത് പുതിനയിലയാണ്. എനിക്ക് കുറച്ച് പുതിനയിലുള്ളത്, അതുകൊണ്ട് കുറച്ചിട്ട്. ഞാൻ പ്രത്യേകിച്ചൊന്നും വാങ്ങാനൊന്നും പോയില്ല, വീട്ടിൽ നിൽക്കുന്ന ഐറ്റംസൊക്കെ. പിന്നെ നമ്മൾ 1/2 കപ്പ് മല്ലിയില എടുത്തിട്ടുണ്ട്. അടുത്തത് മസാല ഐറ്റംസായിട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് ഞാനങ്ങനെ ഫൈൻ പൗഡർ ആക്കാറില്ല, അത് ചെറിയ ക്രഷസായിട്ട് അതിൽ കിടപ്പുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, അതും നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണ്. പിന്നെ നമുക്ക് വേണ്ടത് മന്തി മസാലയാണ്. അത് ഞാൻ വാങ്ങിയതാണ്. 1 ടീസ്പൂൺ മന്തി മസാലയും ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമ്മൾ ടേസ്റ്റ് നോക്കണം. ഞാനതിന് കറക്റ്റ് അളവ് പറയുന്നില്ല. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരുപാട് പേസ്റ്റ് ആക്കിയതല്ല, ചതച്ചത്. പിന്നെ ഒരു മാഗി ക്യൂബും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇത് ഇത്രയും ചേർത്ത് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഇതിനെ അങ്ങ് ഞെരടി എടുക്കാം. അത് ക്യൂബൊക്കെ ഉടച്ചിട്ടിട്ട് നന്നായി ഞെരടിയെടുക്കാം. ഇത് നമ്മൾ ഇങ്ങനെ പുരട്ടി എടുക്കുന്തോറും ഓയിൽ കുറവാണെങ്കിൽ നമ്മൾ ഓയിൽ ചേർത്ത് കൊടുക്കണം. മാക്സിമം നന്നായിട്ട് മസാല ഇതെല്ലാം കൂടെ നന്നായിട്ട് പുരട്ടി വേണം എടുക്കാൻ. കൈകൊണ്ട് തന്നെ പുരട്ടണം. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ചിട്ടുണ്ട്. അതുകൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി പുരട്ടി എല്ലാം വെച്ച് സൈഡ് ഒതുക്കിയിട്ട് നമുക്കിനി അതിന് ചിക്കന് അതിലേക്ക് ഇറക്കി വെക്കാം. ചിക്കനെ ഇറക്കി വെച്ചിട്ട് അതിലേക്ക് നന്നായി മസാല പുരട്ടി കൊടുക്കുക. നമ്മൾ പ്രത്യേകിച്ച് വേറൊരു പാത്രത്തിലേക്കൊന്നും നമ്മൾ കുക്ക് ചെയ്യാൻ എടുക്കുന്നില്ല. ഇതിൽ തന്നെയാണ് നമുക്ക് മസാല എല്ലാം പുരട്ടുന്നതും കുക്ക് ചെയ്യുന്ന എല്ലാം ഈ പാത്രത്തിൽ തന്നെ. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഈ ഓയിലിൽ ഇരുന്ന് വേണം നമുക്കിത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് എല്ലാ ഭാഗങ്ങളിലും നന്നായിട്ട് മസാല കുത്തി പുരട്ടി വെക്കണം. ഇങ്ങനെ മസാലയെ കുളിച്ച് കിടക്കുന്ന നമ്മുടെ കോഴിയാണ്. നരകത്തിലെ കോഴിയെ പോലുണ്ട്. അങ്ങനെ നമ്മൾ മസാലയൊക്കെ പുരട്ടി അതിൻ്റെ ഫൈനൽ ടച്ചപ്പ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്കതിനെ അടച്ച് വെക്കാം. ഒരു 3 മണിക്കൂറെങ്കിലും വെക്കണമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ടൈം തികയാത്തത് കാരണം ഞാൻ 2 മണിക്കൂറേ വെച്ചിട്ടുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ഓയിലൊക്കെ സൈഡിലൊക്കെ ഇറങ്ങി ഇങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഗ്യാസിലേക്ക് മാറ്റി അത് കാണിക്കാൻ വേണ്ടി ഞാനത് തുറന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. അങ്ങനെ തുറക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇരുന്നു. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ തുറന്ന് നോക്കുമ്പോഴാണ് ഇങ്ങനെ എണ്ണ തെളിഞ്ഞിട്ട് ഇങ്ങനെ തിളച്ച് കിടക്കുന്ന കാണാം. അപ്പോഴേക്കും നമ്മൾ ഒരു കുഴിയുള്ള തവി എടുത്തിട്ട് ഈ എണ്ണയൊക്കെ നമ്മൾ തൂവി മുകളിലേക്ക് ഒഴിച്ചൊഴിച്ച് കൊടുക്കണം. എല്ലാ ഭാഗങ്ങളിലും നമ്മൾ ഒഴിച്ച് കൊടുക്കണം. ഇത് തുറക്കുമ്പോഴേ ഒരു പ്രത്യേക മണമാണ്. ആ മണം വരുമ്പോഴേ കാശിയോട് പറയുന്നുണ്ട്, അമ്മ അടിപൊളി മണം, ഇത്രയും ടേസ്റ്റ് കാണുമോ അമ്മ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ വീണ്ടും അതിനെ അടച്ചു വെച്ചു. ഇങ്ങനെ ഓരോ ഭാഗങ്ങളും തിരിച്ചും മറിച്ചും ഇട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. നമുക്ക് തിരിച്ചിടുക എന്ന് പറയുന്നൊരു ടാസ്ക്കാണ്. ഇപ്പോഴും ഇത്തിരി കുഴിയുള്ള പാത്രമാകുമ്പോൾ തിരിച്ചിടാൻ ഭയങ്കര പാടാണ്. ഇത്തിരി വിസ്താരമുള്ള പാത്രമാണെങ്കിൽ നമുക്ക് എളുപ്പം തിരിച്ചിടാം. ഇത് അതിൻ്റെ കയ്യും കാലും ഒക്കെ അവിടെ ഇവിടെ എല്ലാം തട്ടുന്നുണ്ട്. ഇതിനിടയ്ക്കൂടെ ഞാനൊരു ലെഗ് പീസും കൂടി ഇതിനകത്ത് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. എല്ലാം കൂടി ഒരു 45 മിനിറ്റ് എന്ന് എല്ലാവരും പറഞ്ഞു. ഞാൻ 1 മണിക്കൂർ വെച്ചിട്ടുണ്ട്. 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കാഷ്യൂ നട്ട്സ് കുതിർത്തരച്ചതിലേക്ക് ചേർത്ത് തിളച്ചിട്ട് നമുക്ക് ഇങ്ങനെ വിളമ്പിയെടുക്കുമ്പോൾ ഇതാണ്ട് ഇങ്ങനെ ഇരിക്കും. കാണാനും ലുക്കാണ്, കഴിക്കാനും സൂപ്പറാണ്. എൻ്റെ അമ്മ പൊളി സാധനം. എല്ലാവരും ട്രൈ ചെയ്യണേ. ബൈ ബൈ.